കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ശ്രീകൃഷ്ണപുരം ലൈബ്രറി സീറ്റിന്റെ വായനാ വസന്തം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ലൈബ്രറി സീറ്റിന്റെ വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പെരുമാങ്ങോട് അംഗനവാടിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വീട്ടമ്മമാർക്ക് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെയും സമ്പൂർണ്ണ സാക്ഷരതയുടെയും അടിത്തറയിൽ കേരളം ഒരു വിജ്ഞാന സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ മാറ്റത്തിലേക്ക് നയിക്കാനുള്ള ഈ വായനാ വിപുലീകരണം വൈജ്ഞാനിക വിപ്ലവത്തിന് കരുത്തേകുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു. എല്ലാ വീടുകളിലും പുസ്തകം കൊടുത്തുകൊണ്ട് അവർ വായിച്ചു കഴിഞ്ഞ് തിരിച്ചത് വാങ്ങിക്കുകയും വീണ്ടും അവർക്ക് പുസ്തകം കൊടുക്കുകയും അതൊരു പുതിയ തുടക്കം. കാരണം എല്ലാ വീടുകളിലും വായനാശീലം വളരുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എല്ലാ വായനശാലകളും, നമ്മുടെ പഞ്ചായത്തിൽ നിന്നല്ല എല്ലാ വായനശാലകളിലും ഇത് മാതൃകാപരമായി നടത്താൻ സാധിക്കട്ടെ. നമ്മുടെ ലൈബ്രറി സീറ്റിന്റെ നേതൃത്വത്തിലും ഒരു 1000-2000 കുടുംബങ്ങളിൽ നമുക്ക് പുസ്തകം കൊടുക്കുകയും അത് അവർക്ക് നല്ല രീതിയിൽ വായിക്കുകയും വായനാശീലം വളരുന്നതിന് വേണ്ടിയിട്ട്. കാരണം പുസ്തകം എല്ലാവർക്കും നമുക്കറിയാം, വായന ചെയ്യണമെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം. പക്ഷെ അറിയാത്തതിന്റെ കുഴപ്പമൊന്നുമല്ല, പക്ഷെ വായിക്കാനുള്ള സമയം കണ്ടെത്തലാണ് പ്രശ്നം. അന്ധവിശ്വാസങ്ങളും വർഗീയതയും തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഈ സമൂഹത്തിൽ ശാസ്ത്ര യുക്തി ചിന്തകളിൽ അധിഷ്ഠിതമായ മാനവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വായന സഹായിക്കുമെന്ന് അധ്യക്ഷം വഹിച്ചുകൊണ്ട് എഴുത്തുകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി പറഞ്ഞു. എവിടെയൊക്കെ ലൈബ്രറി ഉണ്ടോ അവിടെയൊക്കെ പുസ്തകം മേടിച്ചുകൊണ്ട് അവിടുത്തെ ഒരു കാലം എനിക്കിപ്പോഴും ഓർമ്മയും. ഇപ്പോ ഭാഗ്യവശാൽ മല മുഹമ്മദിന്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്പൊ നമ്മൾക്ക് പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വീട്ടിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. ഇതിനൊരു ഉദ്ദേശം. വായന എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിനെ മാറ്റി തീർക്കുന്ന. നമ്മളറിയാതെ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ചിലപ്പോൾ 2 ഇഞ്ചാവാം, ചിലപ്പോൾ വളരെ കൂടുതലാവാം. ഏതായാലും നമ്മളറിയാതെ ഒരു മാറ്റം വായന സൃഷ്ടിക്കുന്നു. കാഴ്ചകളിൽ ലഭിക്കുന്ന ആൾക്കാര് ചിന്തിക്കുന്ന ഏർപ്പാടില്ലാതെ പോയി. അപ്പൊ ചിന്ത നഷ്ടപ്പെടുന്ന ഒരു സമൂഹം പതുക്കെ വളർന്നു വരികയാണ്. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ പദ്ധതി വിശദീകരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ആസൂത്രണം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന പദ്ധതിയായ വായനാ വസന്തത്തിലൂടെ കേരളമാകെ 10 ലക്ഷത്തോളം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തുകയാണ്. ഇതൊരു വായനാ വിപ്ലവത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പറയുന്ന കാര്യം ഉറച്ചു നിന്നവർ ഒലിച്ചു പോയി, ചലിച്ചു നിന്നവർ പിടിച്ചു നിന്നു. അതേപോലെ നമ്മുടെ വായനശാല പ്രവർത്തനം നമ്മുടെ കാലത്തിനനുസരിച്ച് സ്ഥിരത എന്ന് പറയുന്ന ഒന്നില്ല. ഒരു കാര്യത്തിലൊരു സ്ഥിരത ഇല്ല. നമ്മൾ കാണുന്ന ഓരോ അനുഭവങ്ങളും, നമ്മുടെ ചരിത്രത്തിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളോടും ഓരോ നിമിഷങ്ങളോടും നമ്മൾ സത്യസന്ധമായി പ്രതികരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് മിന്നിമറിയുന്ന ഭാവങ്ങൾ വ്യത്യസ്തമായി. ലൈബ്രറി സീറ്റിന്റെ വീട്ടിലേക്ക് ഒരു പുസ്തകം വായനക്കൂട്ട രൂപീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ സി രാധാകൃഷ്ണൻ വിശദീകരിച്ചു. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ വിപത്തുകൾക്കെതിരെ മനുഷ്യ മനസാക്ഷി ഉണർത്തുന്ന കൂട്ടായ്മകൾ രൂപീകരിക്കാനുള്ള ലൈബ്രറി സീറ്റിന്റെ ഉദ്യമങ്ങളുടെ ആദ്യപടിയായി തയ്യാറാക്കിയ ലഘുലേഖ അദ്ദേഹം പ്രകാശനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, വാർഡ് മെമ്പർ M ഗിരിജ, CA ശങ്കരനാരായണൻ, MK ദേവി, ലൈബ്രറി സെക്രട്ടറി AP കേലു, V ഗോപാലകൃഷ്ണൻ, N വാസുദേവൻ എന്നിവർ സംസാരിച്ചു.